നമസ്തേ. നമുക്ക് വീണ്ടും സന്ധിയിലേക്ക് കടക്കാം. അപ്പം എന്താണ് ആ സന്ധി എന്ന പദത്തിന് അർത്ഥം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു സന്ധി എന്ന് പറയുമ്പോൾ പിരിക്കുക, ചേർക്കാം. അപ്പോൾ എവിടെ പിരിക്കണം എവിടെ ചേർക്കണം എന്ന് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ആ പദത്തിൻ്റെ അല്ലെങ്കിൽ ആ വാക്യത്തിലുള്ള പദങ്ങളുടെ അർത്ഥം ശരിക്കും ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താണ് ഈ സന്ധി എന്ന പദത്തിന് അർത്ഥം? സന്ധിഹി ഇകാരാന്ത ശബ്ദമാണല്ലോ. അവസാനത്തെ പദം ഇ എന്നാണല്ലോ, ഹ്രസ്വമായിട്ടുള്ള ഇ, ഇകാരാന്ത ശബ്ദമാണ് സന്ധി. ശരി, അത് എങ്ങനെയാണ് ഉദ്ഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ ധാതു എന്ന് പറയുമ്പോൾ എല്ലാ ക്രിയാപദങ്ങൾക്കും നാമപദങ്ങൾക്കും ഒരു ധാതു ഉണ്ടാവുമല്ലോ. ആ ധാതുവിൽ നിന്നുമാണ് ഉദ്ഭവിച്ചിരിക്കുന്നത് ആ ഒരു പദം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്നൊരു പ്രത്യേക വിശേഷമായിട്ടുള്ളൊരു ദിവസമാണ്. പല പല തരത്തിലുള്ള ചോറുണ്ടാക്കും ഈ തമിഴിയൻസ്. എന്തൊക്കെയാണ്? ഇപ്പോൾ എള്ള് ചോറുണ്ടാക്കും, തൈര് ചോറ്, നാരങ്ങ ചോറ്, ഉഴുന്ന് ചോറ്, അങ്ങനെ പല പല, തക്കാളി ചോറ്. അപ്പോൾ എല്ലാത്തിൻ്റെ ബേസ് എന്താണ്? ചോറാണല്ലോ. പക്ഷെ ബാക്കിയെല്ലാം കൂടി ചേർക്കുന്നു. അപ്പോൾ അതിൻ്റെ പേര് മാറും, അതിൻ്റെ ടേസ്റ്റും മാറും. അതേപോലെ തന്നെ എന്ത് പദം എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു റൂട്ട് ഉണ്ടാവും, അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ റൂട്ട് എന്താണ്? റൂട്ടിന് നമ്മൾ ധാതു എന്നാണ് പറയുന്നത് സംസ്കൃതത്തിൽ. ധാ എന്നാണ് ധാതു. ഈ ധാ എന്ന ധാതുവിൻ്റെ കൂടെ ഒരു സാധനം ചേർക്കുന്നു. ഇതിന് ഉപസർഗം എന്നാണ് പറയുന്നത്. സം എന്ന ഉപസർഗം ചേർക്കുന്നു. അതേപോലെ തന്നെ എൻഡിങ്ങും ഒരു പ്രത്യയം കൂടി ചേർക്കുന്നു. ചേർക്കുമ്പോൾ സമ, ധാ, പിന്നെ ഒരു പ്രത്യയം. ആ പ്രത്യയം എന്താണെന്ന് എഴുതിയിട്ടില്ല, അത് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ചേർക്കുന്നു ഒരു പദം. ഈ മൂന്നെണ്ണം ചേരുമ്പോൾ സന്ധിഹി എന്ന് വരുന്നു. അർത്ഥം എന്താണ്? ധാ എന്ന് പറയുമ്പോൾ ചേർക്കാം, സം എന്ന് പറയുമ്പോൾ കൂടി ചേർക്കാം, കൂട്ടിച്ചേർക്കാം, ചേർക്കാം, കൂട്ടിച്ചേർക്കാം. അതിനാണ് സന്ധി. രണ്ട് പദങ്ങളെ അല്ലെങ്കിൽ മൂന്ന് പദങ്ങളെ ആദ്യം രണ്ട് പദങ്ങളാണ് ചേർക്കാൻ പറ്റുക. പിന്നീടാണ് ആ രണ്ട് പദങ്ങളും കൂടി ചേർന്നിട്ട് വേറൊരു പദത്തിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് അതിനെയാണ് നമ്മൾ സന്ധി. പക്ഷെ ശരിക്കും രണ്ട് പദങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരവും രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരവും തമ്മിലാണ് കൂട്ടി ചേർക്കാം. അപ്പം അതിനാണ് സന്ധി എന്ന് പറയുന്നത്. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തത് അടുപ്പം, ക്രമം. ഇപ്പോൾ ഒരു വാക്യത്തിൽ ഒരുപാട് പദങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് പദങ്ങൾ എടുത്ത് നമുക്ക് കൂടി ചേർക്കാമോ? പറ്റില്ല. അതിനൊരു ക്രമമുണ്ട്. അതിൻ്റെ ക്രമം അനുസരിച്ചേ ചേർക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ക്രമം മാത്രം പോരാ, അടുപ്പവും ഉണ്ട്. അപ്പം അതിനൊരു ഉദാഹരണം എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ ചൊല്ലുന്ന ശാന്തി മന്ത്രം, പ്രശസ്തമായ ശാന്തി മന്ത്രം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നു. പൂർണ്ണമേവാവശിഷ്യത്തെ എന്ന പദം നമ്മൾ പിരിക്കുകയാണ്. പൂർണ്ണം ഏവ അവശിഷ്യത്തെ, പൂർണ്ണം ഏവ അവശിഷ്യത്തെ. അത് ചേർക്കുമ്പോഴാണ് പൂർണ്ണമേവാവശിഷ്യത്തെ എന്ന് വരുന്നത്. അപ്പം ചേർക്കുമ്പോൾ ഇങ്ങനെ ക്രമത്തിലേ ചേർക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമേവ അവശിഷ്യത്തെ, പൂർണ്ണം അവശിഷ്യത്തേവ അങ്ങനെ ചേർക്കാൻ പറ്റില്ല. അത് എങ്ങനെ ക്രമത്തിൽ കൊടുത്തിരിക്കുന്നു അതിനനുസരിച്ചേ ചേർക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല അടുപ്പവും വേണം. അപ്പം പൂർണ്ണം ഏവ, ഇത് രണ്ടും തൊട്ടടുത്തിരിക്കുന്നു, അതുകൊണ്ട് രണ്ടും ചേർക്കാം. ഏവ അവശിഷ്യത്തെ, രണ്ടും അടുപ്പം ഒരുമിച്ചിരിക്കുന്നു, ചേർന്ന്. അപ്പം അത് തമ്മിൽ ചേർക്കാം. ഇപ്പോൾ പൂർണ്ണം അവശിഷ്യത്തെ തമ്മിൽ ചേർക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അടുപ്പം ഇല്ല. അപ്പം അടുപ്പവും വേണം, പിന്നെ ആ ക്രമം അനുസരിച്ച് വേണം ചേർക്കാൻ. അപ്പം ഇത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ള കാര്യം വർണ്ണവികാരം. ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന വർണ്ണത്തിൽ അല്ലെങ്കിൽ ആ അക്ഷരത്തിലുള്ള മാറ്റം എന്താണ് സംഭവിക്കുന്നത്? ഈ മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ 3 ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് തുണി, ക്ലോത്ത്, റൈസ്, ചപ്പാത്തി. ഇപ്പം ക്ലോത്ത് ഇപ്പം ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോൾ ഒന്നും അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? വാഷിംഗ് മെഷീൻ മേടിച്ചു, അപ്പോൾ ഇനി ഒന്നും ഞാൻ അലക്കേണ്ട, എല്ലാം അതിൻ്റെ ഉള്ളിലിടാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മുണ്ട്, എന്താ ഷർട്ട്, പാൻറ്റ് എല്ലാം അതിലിടുന്നു. അപ്പം നല്ല വൈറ്റ് കളറിലുള്ള ഷർട്ടും പാൻറ്റ്, നല്ല പാൻറ്റുമാണ്. നല്ല അലക്കി വന്നു, എടുത്ത് വിരിക്കാൻ നേരത്ത് നോക്കിയപ്പോഴത്തേക്കും വൈറ്റ് കളർ ഷർട്ട് എന്തായി? റെഡ് കളർ ഷർട്ട്. അപ്പുറം എല്ലായിടത്തും അപ്പുറം അവിടെ ഇവിടെയൊക്കെ
കളറായിരിക്കുന്നു. എന്തുകൊണ്ട്? ചേർന്ന് വെച്ചു അല്ലേ. മുണ്ട് കാവി കളറുള്ള മുണ്ടും വൈറ്റ് ഷർട്ടും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താവും? മാറ്റം വരുമല്ലേ. അതേപോലെ വേറൊരു ഉദാഹരണം, ചോറിൻ്റെ കൂടെ നമ്മൾ ബീട്രൂട്ട് കറി വയ്ക്കുകയാണ്. അപ്പം ചോറിന് ആ ബീട്രൂട്ട് കറിയുമ്പോൾ ഒരു നിറം വരുമല്ലോ. മഞ്ഞപ്പൊടി ഇടുകയാണെങ്കിൽ മഞ്ഞപ്പൊടിയുടെ നിറം വരും. അപ്പം ചോറ് ഇവിടെ വെച്ചിരിക്കുകയാണ്, ഇവിടെയാണ് മഞ്ഞപ്പൊടി വെച്ചിരിക്കുന്നത്. മാറ്റം വരുമോ? കൂടി ചേർക്കണം അല്ലേ, എന്നാലല്ലേ മാറ്റം വരുവുള്ളൂ. അതേപോലെ വേറൊരു ഉദാഹരണം, ചപ്പാത്തിയൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചപ്പാത്തിയും കറിയും കൂടി ചേർന്ന് വെക്കില്ല നമ്മൾ. ചപ്പാത്തി വേറൊരു പാത്രത്തിൽ, കറി വേറൊരു പാത്രത്തിൽ. എന്തുകൊണ്ട്? കറിയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുതിർന്ന് അത് ഒരു പരിവായി പോകും അല്ലേ, മാറ്റം വരുമല്ലോ. ചേർന്ന് ആ ചേർച്ച വേണം, അടുപ്പം വേണം, എന്നാലേ അതിന് മാറ്റം വരുള്ളൂ. ഈ മാറ്റം വരുന്നതിനെയാണ് നമ്മൾ വർണ്ണവികാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. വികാരം, മാറ്റം. എന്തിലുള്ള വികാരമാണ്? വർണ്ണത്തിൽ, അക്ഷരത്തിലുള്ള വികാരം. നമുക്ക് നോക്കാം ഒരു ഉദാഹരണം. ചിന്മയ എന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും, പലർക്കും പേര് നൽകുമല്ലോ. ചിന്മയ, ചിന്മയാനന്ദ. അപ്പം ശരിക്കും ഇതിന് നമ്മൾ പിരിക്കുക, ചിത്ത് പ്ലസ് മയഹ എന്നാണ് ചിന്മയ. മയനായവൻ. എന്ത് മയമാണ്? ചിത്ത് മയം, അറിവ്, ബോധം. അതാണ് ചിത്ത് പദത്തിന് അർത്ഥം. പിന്നെ ഇത് രണ്ടും ഒരുമിച്ചിരിക്കുകയാണ്, കൂടി ചേരുമ്പോൾ എന്താണ് മാറ്റം വരുന്നത്? ചിത്ത് മയഹ. ഇത്ത് എന്നുള്ളത് എന്തായി മാറുന്നു? ന ആയി മാറുന്നു. ഈ മയ എന്ന ഈ മാന് വ്യത്യാസമില്ല, പക്ഷെ ഇപ്പുറത്തുള്ള പദത്തിന് ഒരു പദം മാറ്റം വന്നിരിക്കുന്നു. അതിനാണ് സന്ധി. മാറ്റം വന്നു, വർണ്ണ വികാരം. ചിലപ്പോൾ ഈ പദം തന്നെ ഇല്ലാതാകുന്നു, വേറൊരു പദം വരുന്നു. ചിലപ്പോൾ രണ്ട്, ഈ അവസാനത്തെ ആദ്യത്തെ പദത്തിന്റെ അവസാനത്തെ അക്ഷരവും രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരവും, അത് രണ്ടും തമ്മിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. മാറ്റം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ രണ്ടും മാറാം, ചിലപ്പം ഒന്ന് മാത്രം മാറാം, ചിലപ്പോൾ രണ്ടിൻ്റെ സ്ഥലത്ത് വേറൊന്ന് വരാം, ചിലപ്പോൾ വേറൊന്ന് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് വരികയും ചെയ്യാം. അങ്ങനെ പല പല ഉദാഹരണങ്ങൾ നമ്മൾ പിന്നീട് കാണുന്നത് നമുക്ക് മനസ്സിലാവും. എന്തായാലും സന്ധി എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, കൂട്ടി ചേർക്കുക, അടുപ്പവും ക്രമവും അനുസരിച്ച് കൂട്ടിച്ചേർക്കുക. ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം, അതിനാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. ശരി, എത്ര തരം സന്ധികളുണ്ട്? അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ